ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ശിവഗിരി ശാരദാമഠത്തിൽ നടക്കുന്ന കല്യാണത്തിനെ പറ്റിയാണ്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ശിവഗിരി ഷൂട്ട് ചെയ്യാനായിട്ട് പോയപ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് പേരൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. ഒരു കല്യാണമുണ്ട് ഡോക്ടറെ, അതുകൂടെ ഷൂട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ട് കളയാം. അങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ശാരദാമഠത്തിൽ വെച്ച് ഒരു കല്യാണം, ഗുരുസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഉള്ള ഒരു കല്യാണം കാണാം. അപ്പോൾ ഈ കല്യാണം ഷൂട്ട് ചെയ്തപ്പോൾ അവിടെ കണ്ട ചടങ്ങുകളാണ് ഞാനിവിടെ എടുത്ത് ഇട്ടിരിക്കുന്നത്. ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्रीनस्तनपादमण्डितनिञ्जन् मुद्रयां ज्ञानदा श्रीनारायणदेववन्दितवदां മാല രമ്യമാം വിവാഹമാം ധർമ്മഭാഷ്യമിത് നിത്യമോസ്തുരി തമ്മിലും നൈവ നിങ്ങളൊപ്പമായി കാണി കന്മഷമെന്നി സൗഹൃദം പേണുവിൻ ധരയൂറ് വത്സരം പ്രാണനും തനുവുമെന്ന പോലവേ മാണു നിങ്ങൾ ഈ അമ്മമാരുടെ മക്കളെ പഠിപ്പിക്കണം. ഈ മക്കൾക്കും ആവശ്യമില്ലാത്ത സപ്പോർട്ടുകളൊന്നും അത് ചെല്ലുന്ന വീട്ടിൽ പഠിപ്പിക്കണം.
അതുകൊണ്ട് നമ്മൾ 2 കഴിഞ്ഞ പറയുന്ന ഒറ്റ ഇയാളുടെ കൂടെ പോലെ കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ ശാരദാമഠത്തിന് ഒരു വലത്ത് ഇടുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോയി ഗുരുപൂജ മന്ദിരത്തിൽ പോയി ഭക്ഷണം കഴിക്കും. ഗുരുസ്വാമിക്ക് യഥാർത്ഥത്തിൽ കല്യാണത്തിനെ പറ്റി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്ലാനുകളുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഗുരുസ്വാമി ജീവിച്ചിരുന്ന ആ കാലത്ത് കുറേ ആചാരങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം കെട്ടുകല്യാണം. ഒരു 10 വയസ്സാവുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു കല്യാണം. അപ്പോൾ ഇത് ഒരു 15-16 ദിവസത്തെ ഫംഗ്ഷനാണ് ഈ കെട്ടുകല്യാണം. അപ്പോൾ ഇത് ഭയങ്കര ചെലവ് വരുന്ന ഒരു കല്യാണം. അപ്പോൾ ഈ കെട്ടുകല്യാണം നടത്തി കുടുംബം മുടിഞ്ഞുപോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗുരുസ്വാമി ഇതിനെയൊക്കെ എതിർത്തിട്ടുണ്ട്. ഇതെല്ലാം ആചാരങ്ങളല്ല, വെറും അനാചാരങ്ങളാണെന്നാണ് ഗുരുസ്വാമി പറഞ്ഞത്. അതുപോലെ തന്നെ കല്യാണം വരുമ്പോൾ ഒരു ഏറ്റവും കുറച്ച് ആളുകളെ വിളിക്കുക, എന്നിട്ട് ചെലവ് വളരെ കുറക്കുക. അതുപോലെ തന്നെ ആർഭാടം ഒന്നും പാടില്ല. വളരെ വളരെ ലളിതമായിട്ടുള്ള ഒരു കല്യാണം നടത്തുക. അതാണ് ഗുരുസ്വാമി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കല്യാണം നടക്കുമ്പോൾ നമ്മൾ കുറേ അധികം പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യും. ഇങ്ങനെ അതിൻ്റെ മുമ്പത്തെ ദിവസം കല്യാണത്തിൻ്റെ മുമ്പത്തെ ദിവസം അതിൻ്റെ മുമ്പത്തെ ദിവസമൊക്കെ ഭയങ്കര ആർഭാടമായിട്ടായിരിക്കും നമ്മളത് നടത്തുന്നത്. ഇതെല്ലാം ഗുരുസ്വാമി വിലക്കിയിട്ടുള്ള രീതികളാണ്. ഗുരുസ്വാമി പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ കല്യാണത്തിന് നമ്മൾ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന ആ പൈസ ഒരു ബാങ്കിലിടുക, ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പാസ്ബുക്ക് ഈ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുക, ഈ നവവധൂവരന്മാരുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് കല്യാണം വളരെ വളരെ ലളിതമായിട്ട് നടത്താനാണ് ഗുരുസ്വാമി പറഞ്ഞിട്ട്. അതിൻ്റെ ചടങ്ങുകൾ ഇത്രയേ ഉള്ളു, കല്യാണത്തിൻ്റെ ഇത്രയേ പാടുള്ളൂ എന്നാണ് ഗുരുസ്വാമി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്